വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മത്സര പരീക്ഷകൾക്ക് പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കാട്ടോ. മെന്റലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മെന്റലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. എങ്ങനെയാണ്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്. അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ്. ആവർത്തന പട്ടികയിൽ പ്രകൃതി ദത്ത മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 92. ആവർത്തന പട്ടികയിൽ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 92. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് എന്തു വിളിക്കുന്നു? വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രേഷണം ചെയ്യുന്ന രീതിക്ക് എന്ത് വിളിക്കുന്നു? വികിരണം എന്ന് വിളിക്കുന്നു. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? വസ്തുവിന്റെ മാസും വസ്തുക്കൾ തമ്മിലുള്ള അകലവും. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? വസ്തുവിന്റെ മാസും വസ്തുക്കൾ തമ്മിലുള്ള അകലവുമാണ്. നെക്സ്റ്റ് വൺ, മൂലകങ്ങളെ ത്രികങ്ങൾ അഥവാ ട്രിയാഡ്സ് എന്ന രീതിയിൽ വർഗീകരിച്ച വ്യക്തി ആരാണ്? ഡൊബറൈനർ. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ച വ്യക്തി ആരാണ്? ഡൊബറൈനർ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? സംക്രമണ മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? സംക്രമണ മൂലകങ്ങളെയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി മോസ്ലി. ദ്രവീകരണ ലീനതാപത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം. ദ്രവീകരണ ലീനതാപത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം ആണ്. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് എന്ത് പേരിട്ട് വിളിക്കുന്നു? സാന്ദ്രീകരണം. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേര് സാന്ദ്രീകരണം എന്നാണ്. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണ ഊർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? ഫ്യൂഷൻ ഇലക്ട്രിക് പ്രവർത്തനം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണ ഊർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? ഫ്യൂഷൻ ഇലക്ട്രിക് പ്രവർത്തനമാണ്. നെക്സ്റ്റ് വൺ, ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും പൊതുവായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? F ബ്ലോക്ക് മൂലകങ്ങൾ. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും പൊതുവായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എന്താണ്? F ബ്ലോക്ക് മൂലകങ്ങൾ. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതി ദത്ത മൂലകം ഏതാണ്? യുറേനിയം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതി ദത്ത മൂലകം ഏതാണ്? യുറേനിയം ആണ്. ആധുനിക ആവർത്തന പട്ടികയിലെ പീരിയഡുകളുടെ എണ്ണം എത്രയാണ്? 7. ആധുനിക ആവർത്തന പട്ടികയിലെ പീരിയഡുകളുടെ എണ്ണം എത്രയാണ്? 7. ശരീര താപനില അളക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ. ശരീര താപനില അളക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും കുറഞ്ഞ വ്യാപ്തവും ഉള്ളത് ഏത് താപനിലയിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഉള്ളത് ഏത് താപനിലയിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടി ആയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും?
നാലിൽ ഒന്നായി കുറയും. വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടി ആയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? നാലിൽ ഒന്നായി കുറയും. താപം ലഭിക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസത്തിന് എന്ത് പേരിട്ട് വിളിക്കുന്നു? തെർമൽ എക്സ്പാൻഷൻ അഥവാ താപീയ വികാസം. താപം ലഭിക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് തെർമൽ എക്സ്പാൻഷൻ അഥവാ താപീയ വികാസം എന്നാണ്. 1 കിലോഗ്രാം വെയിറ്റ് എന്നത് എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം വെയിറ്റ് എന്നത് എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ ആണ്. മാസ് കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. മാസ് കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ചൂടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഏത് അവസ്ഥയ്ക്കാണ്? ഖരാവസ്ഥ. ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വികാസം സംഭവിക്കുന്നത് ഏത് അവസ്ഥയ്ക്കാണ്? ഖരാവസ്ഥയ്ക്കാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംക്രമണ മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. താപീയ വികാസം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് അവസ്ഥയ്ക്കാണ്? വാതകാവസ്ഥ. താപീയ വികാസം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് അവസ്ഥയ്ക്കാണ്? വാതകാവസ്ഥയ്ക്കാണ്. ഐസ് ഉരുകുന്ന താപനില എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ്. ഐസ് ഉരുകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. പാസ്കൽ എന്തിന്റെ യൂണിറ്റ് ആണ്? മർദ്ദത്തിന്റെ. പാസ്കൽ എന്തിന്റെ യൂണിറ്റ് ആണ്? മർദ്ദത്തിന്റെ. ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനില എങ്ങനെ അറിയപ്പെടുന്നു? ലാംഡ പോയിന്റ്. ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനില എങ്ങനെ അറിയപ്പെടുന്നു? ലാംഡ പോയിന്റ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ആംപിയർ. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ആംപിയർ. അടുത്തത്, അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്ര ഉപരിതലത്തിലെ ദൃശ്യങ്ങൾ കാണാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണം ആണ്? പെരിസ്കോപ്പ്. അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്ര ഉപരിതലത്തിലുള്ള ദൃശ്യങ്ങൾ കാണാൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? പെരിസ്കോപ്പ് ആണ്. നെക്സ്റ്റ് വൺ, ബാറ്ററിയിലെ ഊർജ പരിവർത്തനം ഏതാണ്? രാസോർജം വൈദ്യുതോർജമാകുന്നു. ബാറ്ററിയിലെ ഊർജ പരിവർത്തനം ഏത്? രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അന്തരീക്ഷത്തിലെ അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസം അന്തരീക്ഷ അപവർത്തനമാണ്. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയയെ ഏതു പേരിട്ട് വിളിക്കുന്നു? ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്ന രീതിയെ വിളിക്കുന്നത് ചാലനം എന്നാണ്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐൻസ്റ്റീൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് തെളിയിച്ചത് ആരാണ്? ഐൻസ്റ്റീൻ. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിലെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗാൽവനോമീറ്റർ. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിലെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗാൽവനോമീറ്റർ ആണ്.
സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ്. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. ദ്വിതീയ മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ഏതാണ്? വയലറ്റ്. ദ്വിതീയ മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ്. തെർമൽ പവർ സ്റ്റേഷനുകളിൽ നീരാവി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാമാണ്? നാഫ്ത, ലിഗ്നൈറ്റ്, കൽക്കരി എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അതിന് ഉദാഹരണമാണ്. തെർമൽ പവർ സ്റ്റേഷനുകളിൽ നീരാവി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? നാഫ്ത ഉപയോഗിക്കുന്നുണ്ട്, ലിഗ്നൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്, കൽക്കരി, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത്, ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിലെ ഫേസ് ലൈനിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ്. വീടുകളിലെ വൈദ്യുതീകരണ സർക്യൂട്ടിലെ ഫേസ് ലൈനിനെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ് നിറമാണ്. ഒരു വസ്തുവിൽ ഉപയോഗിക്കുന്ന ബലത്തെ അളക്കാൻ സഹായിക്കുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിൽ ഉപയോഗിക്കുന്ന ബലത്തെ അളക്കാൻ സഹായിക്കുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? രണ്ടാം ചലന നിയമമാണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതി ആക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകുന്നു? 4 മടങ്ങ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകുന്നു? 4 മടങ്ങ് ആകുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. കുറച്ച് സയൻസ്, ജനറൽ സയൻസ് ഭാഗത്തു നിന്നുള്ള ഫിസിക്സ്, കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് പഠിച്ചത്. ക്ലാസ്സുകൾ നന്നായി കേട്ട് ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അതല്ല, കുറച്ച് നാളായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ റിവിഷൻ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.